അപ്പോൾ മെയ് 10 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 2024 ഞങ്ങൾ 4 പേര്, ഏതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ഒന്നിച്ചുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടനും ഋത്തൂട്ടനും അമ്പലത്തിലൊക്കെ പോയി. എനിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, കാരണം ന്യൂട്ടന് ചോറ് കൊടുക്കാതെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ അവർ അമ്പലത്തിലൊക്കെ പോയി. അതിനുശേഷം അവർ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏട്ടൻ കടയിൽ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളങ്ങനെ കേക്ക് മുറിച്ചു. വെഡിങ് ആനിവേഴ്സറി അന്ന് മര്യാദയ്ക്ക് പറയാൻ പോലും തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പായസം കുടിച്ചു. ശേഷം ഋത്തൂട്ടനും ഏട്ടനും കൂടി പുറത്തൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസ് കേക്കൊക്കെ ആയിട്ട് വന്നു. അതിനുശേഷം ഏട്ടനും ഫ്രണ്ട്സും പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, ന്യൂട്ടനെ കൊണ്ട് പോകാൻ രാത്രി മടിയായി കാരണം പോയില്ല. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.